I greet you all in the precious name of our Lord and Jesus Savior. 1893 മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ ഡോക്ടർ ആർതർ ഫെൽസിന്റെ നേതൃത്വത്തിലുള്ള ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് വളർന്നതും വികസിച്ചതും. ദേശത്ത് പടർന്നു പിടിച്ച മഹാമാരിയുടെ കാലഘട്ടത്ത് 20,000-ലധികം ആളുകൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നെയ്യൂർ മിഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗമായി ചെറിയ ഡിസ്പെൻസറികൾ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചതും ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയതും. ഇതിന്റെ ഭാഗമായിട്ടാണ് 1894 കാരക്കോണത്ത് ഒരു ഡിസ്പെൻസറി ആരംഭിക്കുകയും ഇന്ന് പളുകൽ പള്ളി സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളിയുടെ പിന്മുറിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശൂന്യമായ ഒരു കാലഘട്ടത്ത് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെക്കുറിച്ചോ ആരംഭത്തെക്കുറിച്ചോ സ്വപ്നം കാണാനാവാത്ത വിധത്തിൽ ദൈവം അതിശയങ്ങളിലൂടെ നമ്മെ വഴി നടത്തി. 2002 മെഡിക്കൽ കോളേജായി ഈ ആശുപത്രി ഉയർത്തപ്പെടുമ്പോൾ എല്ലാ പരിമിതികളും ധാരാളം ഉണ്ടായിരുന്നു. ആവശ്യത്തിന് വസ്തുവോ കെട്ടിട സൗകര്യങ്ങളോ മറ്റ് ഇതര സാങ്കേതിക ആവശ്യങ്ങളോ പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധം ശൂന്യമായ ഒരവസ്ഥയിൽ നിന്ന് ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വവും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹവും ഇതിന്റെ പിന്നിൽ അണിനിരന്നപ്പോൾ കർമ്മനിരതരായി മുന്നണി പോരാളികളായി പ്രവർത്തിച്ച മോസ്റ്റ് റവറൻഡ് ഡോക്ടർ JW ഗ്ലാസ്റ്റൺ തിരുമേനിയും ഡോക്ടർ J. ബെനറ്റ് എബ്രഹാമും ഈ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായി മാറി. ഒപ്പം നിൽക്കാൻ സൗത്ത് കേരള മെഡിക്കൽ മിഷന്റെ ഭാരവാഹികളും മഹായിടവക ഭാരവാഹികളും അഭ്യുദയകാംക്ഷികളും ഒരു വിശ്വാസ സമൂഹം മുഴുവനും ഒപ്പം നിന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ സ്ഥാപനം വളരുകയും ഉയരുകയും ചെയ്യുകയാണ്. ഓരോ കാലഘട്ടത്തും ഒരുപാട് പ്രതിസന്ധികളുണ്ടായി, വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. എങ്കിലും സർവശക്തനായ ദൈവം ഉള്ളംകരത്തിൽ ഈ സ്ഥാപനത്തെ വഹിക്കുകയും വഴി നടത്തുകയും ചെയ്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വദേശത്തും വിദേശത്തും ഈ സ്ഥാപനത്തിന്റെ നന്മകൾ പങ്കുവയ്ക്കുവാൻ ഇവരുടെ സേവനങ്ങൾ അനുഗ്രഹീതമായി തീരട്ടെ. ഇവിടെ ചേർന്ന് പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷവും സുരക്ഷിതത്വവുമുള്ള വിശാലമായ ഒരു ക്യാമ്പസും പഠന സൗകര്യങ്ങളും വളരെയേറെയാണ്. ഈ നവംബർ 29 ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ MBBS ക്ലാസുകൾ ആരംഭിച്ച ദിവസം കൂടെയാണ്. നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം, കർമ്മനിരതരായി മുൻപോട്ട് നമുക്ക് പോകാം. ദൈവം ഈ പരിശ്രമങ്ങളെ സഹായിക്കട്ടെ. ഈ ലോകം മുഴുവനും സുഖം പകരാനായി സ്വർഗത്തിലെ സന്തോഷങ്ങളെല്ലാം ഉപേക്ഷിച്ച ദൈവമേ, വേദനിക്കുന്ന രോഗികൾക്ക് ആശ്വാസം പകരാൻ കാരക്കോണം സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഈ വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ടെക്നീഷ്യന്മാരെയും മറ്റ് ഇതര ജീവനക്കാരെയും കൃപയോടെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും വരുന്ന രോഗികൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുവാൻ ഈ സ്ഥാപനത്തിന്റെ സേവനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിന് വേണ്ടിയും മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ഈ സ്ഥാപനത്തെ അധിക കൃപയോടെ ഇനിയും കാക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയും ദൈവത്തിന് വിനയപ്പെടുത്തുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു മെശിഹയുടെ കൃപയും അനുഗ്രഹവും
ഈ പ്രവർത്തനങ്ങളിൽ ഈ സ്ഥാപനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാക്കുക എന്ന ഒരു മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ എൻ്റെ ആദ്യ കാലത്തെ ചില അനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ അനേകം പേരുടെ ആത്മാർത്ഥമായ അധ്വാനമാണ് മൂലമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടായത്. അതിൻ്റെ സ്ഥാപനത്തിലും അതിൻ്റെ പിന്നീടുള്ള എല്ലാ വളർച്ചയിലും പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ഡയറക്ടറായ ഡോക്ടർ ബെനഡിക്ട് എബ്രഹാം ആയിരുന്നു. എല്ലാ പിന്തുണയും നേതൃത്വവും നൽകി നമ്മുടെ ഗ്ലാഡ്സൺ തിരുമേനി കൂടെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ ചലഞ്ച് മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷനായിരുന്നു. ലെറ്റർ ഓഫ് പെർമിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടാൻ വേണ്ടിയുള്ള ഇൻസ്പെക്ഷനായിരുന്നു അത്. 20 ഡിപ്പാർട്ട്മെൻറ്റുകൾ സജ്ജമാക്കണമായിരുന്നു. കൂടാതെ ഹോസ്റ്റൽ, ലൈബ്രറി മുതലായ അനേകം അനുബന്ധ സ്ഥാപനങ്ങളും സജ്ജമാക്കേണ്ടിയിരുന്നു. നമുക്ക് അനുഭവ സമ്പത്തും അർപ്പണ മനോഭാവമുള്ള പ്രൊഫസർമാരെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഹെഡ്സായിട്ട് ലഭിച്ചു. അവരുടെ ടീമുകളുടെയും മാത്രമല്ല എഞ്ചിനീയർ രജനീഷ്, എഞ്ചിനീയർ അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് ടീമുകളുടെയും പ്രവർത്തന ഫലമായി എല്ലാ സജ്ജീകരണങ്ങളും നടത്തുവാൻ നമുക്ക് സാധിച്ചു. പ്രിൻസിപ്പൽസ് ഓഫീസിൽ വൈസ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ നീത കുൽക്കർണി, ഡോക്ടർ സുശീല കെ പിള്ളൈ, ഡോക്ടർ ജയന്തി ബായി, ഡോക്ടർ ബാബുരാജ് എന്നിവർ എന്നോടൊപ്പം പകലും രാത്രിയും പ്രവർത്തിച്ചു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഓഫീസ് സ്റ്റാഫും ഹോസ്റ്റൽ വാർഡൻസും. ദൈവം നമ്മെ നടത്തി. ഇൻസ്പെക്ഷൻ വിജയകരമായി. നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ ഓഫ് പെർമിഷൻ ലഭിച്ചു. മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള 50 സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്ത് നവംബർ 29-ാം തീയതി ക്ലാസ് തുടങ്ങുകയായിരുന്നു. ഏറ്റവും സ്മരണീയമായ ഒരു ദിവസം. ആ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്ലാഡ്സൺ തിരുമേനി നമുക്ക് എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദൗത്യം എന്നുള്ളത് വിശദീകരിക്കുകയുണ്ടായി. ആഗോള നിലവാരത്തിലുള്ള അറിവും നൈപുണ്യമുള്ളവരും കാരുണ്യം, സേവന തൽപരത, അർപ്പണബോധം എന്നിവ ഉള്ളവരുമായ ഡോക്ടർമാരെ സൃഷ്ടിക്കുക എന്നത്. സഭാ സെക്രട്ടറി നമ്മുടെ ചരിത്രം വിവരിച്ചു. പഠനത്തോടൊപ്പം തന്നെ കായിക വിനോദങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഡയറക്ടർ അന്ന് വ്യക്തമാക്കി. പ്രിൻസിപ്പൽ എന്ന നിലയിൽ സ്ഥാപനത്തിൻ്റെ ഡിസിപ്ലിനെ പറ്റിയുള്ള നിയമങ്ങൾ ഞാൻ ചുരുക്കമായി പറഞ്ഞു. കൂടാതെ നിയമങ്ങൾ ക്രോഡീകരിച്ച് പ്രൊഫസർ ജെയിംസ് സ്റ്റുവർട്ട്, നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സ്റ്റുവർട്ട് സാർ തയ്യാറാക്കിയ ഒരു ബുക്ക്ലെറ്റ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 ദിവസം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഇൻ ദ സൊസൈറ്റി, കോഴ്സ് ഓറിയൻറ്റേഷൻ, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ തുടങ്ങിയ അനേകം പൊതുവായ വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. കൂടാതെ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹകരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി ഒരു ചർച്ചാ ക്ലാസ്സും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അധ്യാപനവും പഠനവും എല്ലാം ക്രമമായി നടന്നു. 50 ഗവൺമെൻറ് സ്റ്റുഡൻസിനെ കൂടി പ്രവേശിപ്പിച്ചതോടെ നമുക്ക് 100 സ്റ്റുഡൻസിൻ്റെ ബാച്ച് പൂർണ്ണമായി. ഇതിനിടയിൽ നമ്മുടെ തന്നെ ചിലർ മെഡിക്കൽ കൗൺസിലിലേക്ക് അസത്യമായ അനേകം ആരോപണങ്ങളുമായി എഴുത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി എത്ര കേസുകളും എത്ര എൻക്വയറീസുമാണ് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ്. വെയിൽ തന്നെ വിളവ് തിന്നുന്ന ആ സ്ഥിതി ആലോചിച്ച് വിഷമം തോന്നുന്നു. നമ്മുടെ ആദ്യം പോസ്റ്ററായിട്ട് നമ്മളത് ജോയിൻ ചെയ്ത ഡോക്ടർ നീത കുൽക്കർണി, ഡോക്ടർ ഏലിയാമ്മ ജോസഫ് ഉൾപ്പെടെ 8 പ്രഗത്ഭരായ നമ്മുടെ പ്രൊഫസർമാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അവരെ നമ്മൾ ഈ സമയം ഓർക്കുന്നു, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ പരിപാടി നടത്തിയ നമ്മുടെ ചാപ്ലിൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കട്ടെ. നമുക്കെല്ലാവർക്കും സഹകരിച്ച് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നന്ദി.
ദൈവം ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് ദക്ഷിണേന്ത്യ സഭയ്ക്ക് നൽകിയ ഏക മെഡിക്കൽ കോളേജ്. വിശ്വസിക്കാൻ സാധിക്കില്ല. 1986 ഒക്ടോബർ 16 വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS കഴിഞ്ഞ ശേഷം ഈ മിഷൻ ആശുപത്രിയിൽ വന്ന് ജോയിൻ ചെയ്ത അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് 4 സ്റ്റാഫ്, ഒരു ദിവസം 3 OP, പൂട്ടി ഇട്ടിരിക്കുന്ന 6-7 ബെഡുകളുള്ള ആശുപത്രി. ദൈവകരങ്ങളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ബിഷപ്പന്മാരും കാലാകാലങ്ങളിൽ ദൈവം ഉയർത്തിയ ഭാരവാഹികളും കാലാകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരും സ്റ്റാഫും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് പിന്നോക്ക സമുദായമായ SIUC കമ്മ്യൂണിറ്റിക്ക് ദൈവം ദാനമായി നൽകിയ ഈ മെഡിക്കൽ കോളേജ്. 2002 ജൂൺ മാസം 20 മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനുള്ള അനുവാദം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും നൽകി. 2002 നവംബർ മാസം 29 അഭിവന്യ ഗ്ലാസ്റ്റൺ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഡോക്ടർ ഗ്ലോറിൻ ജ്ഞാനത്തങ്കം എന്ന പ്രിൻസിപ്പളിന്റെ സാന്നിധ്യത്തിൽ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അസാധ്യമായത് ദൈവം സാധ്യമാക്കി തന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി ഇത് വളരുന്നതിന് ഇടയാക്കി. ദൈവത്തിന് മാത്രമേ നന്ദി പറയേണ്ടിയുള്ളൂ. സകലമാനവും മഹത്വവും ദൈവത്തിന് നൽകുന്നു. നമ്മുടെ ആരുടെയും ഒരു കഴിവുകളോ അല്ലെങ്കിൽ ഒരു മെറിറ്റും കൊണ്ടല്ല, ഒരുപക്ഷെ മിഷണറിമാരുടെ പ്രാർത്ഥന, കഠിനാധ്വാനത്തിന്റെ ഫലം. ഇന്ന് നാം കേൾക്കുന്നത് പോലുള്ള ഈ 29 ഓർമ്മയിൽ നിന്നും ഇത് ഓർത്ത് ചരിത്രത്തിന്റെ ഭാഗമായ ഈ ദിവസം, ഇന്ന് ഈ പ്രത്യേക പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ച ചാപ്ലൻസി ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 2001 മെയ് 31 ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം 2001 ഡിസംബർ 8 കാരക്കുളം മെഡിക്കൽ കോളേജ് SMCSI മെഡിക്കൽ കോളേജിൽ ഫിസിയോളജി പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അന്ന് LOI ഇൻസ്പെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരു പ്രൊഫസർ ഒരു ട്യൂട്ടർ മാത്രം മതിയായിരുന്നു ഇൻസ്പെക്ഷൻ. അത് കഴിഞ്ഞ് 2001 ജൂണിൽ LOI പെർമിഷൻ കിട്ടി. അതിനുശേഷം ഫുൾ സ്റ്റാഫ് സ്ട്രെങ്തിനെ റെഡിയാക്കി 2001 സെപ്റ്റംബറിൽ LOP ഇൻസ്പെക്ഷൻ നടന്നു. അതിൻ്റെ റിസൾട്ട് നവംബറിലാണ് കിട്ടിയത്. നവംബറിൽ അത് കിട്ടിയ ശേഷം 50 മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഗവൺമെൻറ് സ്റ്റുഡൻസിനെ കിട്ടിയപ്പോൾ 2002 ഏപ്രിലാണ് ഗവൺമെൻറ് സ്റ്റുഡൻസിനെ കിട്ടിയത്. അപ്പോൾ ആ സ്റ്റുഡൻസിന് സ്റ്റുഡൻസിന് നല്ലപോലെ ക്ലാസ്സസൊക്കെ റെഗുലറായിട്ട് എടുത്തും വീക്ക് സ്റ്റുഡൻസിന് സ്പെഷ്യൽ കോച്ചിങ്ങും കൊടുത്തും യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്
നല്ലപോലെ ഫെയർ ചെയ്യാനായിട്ട് റെഡിയാക്കി. 2004 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആയിരുന്നു ഫൈനൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് MBBS എക്സാമിനേഷൻ നടത്തിയത്. സ്റ്റുഡൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് വന്ന എക്സാമിനേഴ്സ് എല്ലാവരും പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ 5th റാങ്ക് SMCSA മെഡിക്കൽ കോളേജിൽ ആയിരുന്നു കിട്ടിയത്. അതിനുശേഷം 2002 മുതൽ 2007 വരെ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് മെഡിക്കൽ കൗൺസിൽ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് തയ്യാറെടുപ്പിന് വേണ്ടി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആത്മാർത്ഥമായി സഹകരിച്ചതുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. 2007 ഏപ്രിലിൽ ഫൈനൽ എക്സാമിനേഷൻ, ഈ ഫസ്റ്റ് ബാച്ച് ഫൈനൽ എക്സാമിനേഷൻ എഴുതിയപ്പോഴായിരുന്നു പെർമനൻറ്റ് റെക്കഗ്നീഷനുള്ള ഇൻസ്പെക്ഷൻ. അതും ഭംഗിയായി നടന്നു. അതും സമയമായി വളരെ ഭംഗിയായിട്ട് നടന്നു. നമുക്ക് പെർമനൻറ്റ് റെക്കഗ്നീഷൻ കിട്ടി. പെർമനൻറ്റ് റെക്കഗ്നീഷൻ കിട്ടിയ ശേഷമാണ് PG കോഴ്സസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയും PG കോഴ്സസ് തുടങ്ങുകയും ചെയ്തത്. ആദ്യം 5 PG കോഴ്സ് തുടങ്ങുകയും പതിയെ അത് 11 PG ഡിപ്പാർട്ട്മെൻറ്റ്സിലെ PG കോഴ്സ് തുടങ്ങാനുള്ള പെർമിഷനായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 11 ഡിപ്പാർട്ട്മെൻറ്റിൽ PG കോഴ്സ് PG കോഴ്സിൻ്റെ കോച്ചിങ്ങും റിസൾട്ട്സും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാ സീറ്റ്സുകളും ഫുള്ളാണ്. പിന്നെ അതിനുശേഷം എവറി 5th ഇയർ ഇൻസ്പെക്ഷൻ നടത്തും. അങ്ങനെ അടുത്ത 5th ഇയർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ആദ്യം 100 സീറ്റ് ആയിരുന്നത് ഇപ്പോൾ 150 സീറ്റായിട്ട് അത് വർദ്ധിപ്പിച്ചു MCI ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ശേഷം. പിന്നെ ഈ കോളേജിൻ്റെ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇതിനും വളരെ മുമ്പോട്ടായിരുന്നു. ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കുട്ടികൾ പങ്കെടുക്കണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ ഇന്റർ മെഡിക്കൽ യൂത്ത് ഫെസ്റ്റിവലിനും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നു. 2 പ്രാവശ്യം ലേഡീസിൻ്റെ ബാസ്കറ്റ്ബോൾ ടീം വിന്നേഴ്സ് ആയിരുന്നു. പിന്നെ 1 പ്രാവശ്യം കാരക്കോണം മെഡിക്കൽ കോളേജിൽ ആതിഥേയത്വം സ്വീകരിച്ച് ഇന്റർ മെഡിക്കൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തി. അതും ഭംഗിയായിട്ട് നടന്നു. ഇതിനൊക്കെ പുറമെ ഒരു മെഡിക്കൽ എക്സിബിഷനും നടത്തി. കാഴ്ച എന്നായിരുന്നു അതിൻ്റെ പേര്. ഡോക്ടർ ഗോപിനാഥൻ നായരും ഡോക്ടർ സുന്ദരേശനും അഹോരാത്രം ഇതിൻ്റെ പുറകിൽ പണിത് വർക്ക് ചെയ്തിട്ട് ആ സംരംഭം ആ എക്സിബിഷൻ വളരെ കേമമായിട്ട് നടന്നു. ചൊറിഞ്ഞു കളയോ ചൊറിഞ്ഞത് പറഞ്ഞു. ഇങ്ങനെ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആൻഡ് കരിക്കുലർ ആക്ടിവിറ്റീസിന് മുൻപന്തിയിലെത്താനായിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം അത്ലറ്റിക്സിന് ചാമ്പ്യൻസും ആയിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ്. ശരിയാണ്. ഇങ്ങനെ പടിപടിയായി പടിപടിയായി കോളേജിൻ്റെ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പടിപടിയായിട്ട് കോളേജിൻ്റെ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ബെന്നറ്റും ബിഷപ്പ് ഗ്ലാക്സൺ തിരുമേനിക്കും ഈ കോളേജ് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാൻഡേർഡിൽ വരാമെന്നുള്ള ആണ് അവരുടെ ആഗ്രഹം. അതിനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നു. ഭാവിയിൽ അങ്ങനെ അതിന് സർവേശ്വരൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യട്ടെ എന്ന്
ആശംസിക്കുന്നു. ഒന്നുമില്ലായ്മയിലായിരുന്ന നമ്മുടെ കാരക്കോണം ചെറിയ ഹോസ്പിറ്റൽ വളർന്ന് ഒരു മെഡിക്കൽ കോളേജ് ആകുന്നതിനും മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കോഴ്സുണ്ട്, PG കോഴ്സുണ്ട്, പാരാമെഡിക്കൽ കോഴ്സ്, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM കോഴ്സ്, അതുപോലെ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഒരു സ്ഥലമായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. ദൈവം നമ്മെ അതിശയമായി കാക്കുന്നു എന്നുള്ള ആ സന്തോഷവും സ്തുതിഗീതവും ഞാൻ ആദ്യം ദൈവത്തിൽ അർപ്പിച്ചത്. ഇങ്ങനെ ഒരു സ്തുതി അർപ്പിക്കുന്ന ഒരു മീറ്റിംഗ്, ഒരു കൂട്ടം ഇങ്ങനെ ഉണ്ടായാലും ഞാൻ ആദ്യം നന്ദിയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘാടകരെ ഞാൻ എൻ്റെ സ്നേഹം അറിയിച്ചോട്ടെ. ചില കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. 1935 കാരക്കോണം, വെള്ളട, ചെമ്പൂര്, കുന്നത്തുകാൽ ഈ സ്ഥലങ്ങളിൽ മലമ്പനി പരക്കം ധാരാളമായി വ്യാപിച്ചു. അനേകായിരങ്ങൾ മരണപ്പെട്ടു. ഈ അവസ്ഥയിൽ ഗവൺമെന്റും ഒരു പരിധി കഴിഞ്ഞ് നിസ്സഹായനായിരുന്ന അവസ്ഥയിൽ കന്യാകുമാരി ഡയസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെയ്യൂർ മിഷൻ ഹോസ്പിറ്റൽ, CSC മിഷൻ ഹോസ്പിറ്റൽ, അവിടെ നിന്ന് അന്നത്തെ പ്രധാന ഡോക്ടറായ ഡോക്ടർ സോമർവലും കുറെ ടീമായിട്ട് കുറെ ആൾക്കാർ വന്ന് ഈ സ്ഥലങ്ങളിലും വീടുകളിലും എല്ലാം ചുറ്റിക്കറങ്ങി എല്ലാവർക്കും വേണ്ടുന്ന ചികിത്സയും വസ്ത്രമില്ലാത്തൊരു വസ്ത്രവും ആഹാരത്തിന് ആഹാരം എല്ലാം കൊടുത്ത് ഒരു സർവീസ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ ചെയ്തു. അങ്ങനെ വിജയകരമാക്കാൻ സാധിച്ചു. മരണപ്പെട്ടവരെ മറവ് ചെയ്യുന്നുള്ള സൗകര്യങ്ങളിവിടെ ഇല്ലായിരുന്നു. ഭയന്നാരും അടുക്ക് പോകത്തില്ലായിരുന്നു. ആ അവസ്ഥയിലും ഡോക്ടറും സംഘവും മറ്റ് ആൾക്കാരുമായിട്ട് സഹകരിച്ച് അതിൻ്റെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാരക്കോണം ഒരു സേവന രംഗത്ത് അപ്പോഴേ പേരെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ചും വെള്ളറട, കാരക്കോണം, കുന്നത്തുകാൽ, ചെമ്പൂര് ഈ ഭാഗങ്ങളെല്ലാം മലമ്പനി വളർന്നു പിടിച്ചെങ്കിലും കാരക്കോണം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മിഷണറിയനായ ഡോക്ടർ സോമർവലും സംഘവും ഇവിടെ പ്രവർത്തിച്ചത്. അടുത്ത കാലങ്ങളോട്ട് നോക്കുമ്പോൾ ഡോക്ടർ സോമർവൽ 1975 ജാനുവരി 23 മരണപ്പെട്ടു. അപ്പോൾ നെയ്യൂർ മിഷന്റെ കീഴിൽ കുണ്ട്ര, കലയോരം അവിടെയെല്ലാം സബ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. കാരക്കോണം ചെറിയ സെന്ററാണ്. അപ്പോൾ മരണപ്പെട്ടപ്പോൾ ഒരു മെമ്മോറിയലായിട്ട്, അതായത് കുണ്ട്ര ഹോസ്പിറ്റൽ സർജിക്കൽ ബ്ലോക്ക് തുടങ്ങണമെന്ന് തീരുമാനിച്ചു. ആ സമയമായിരുന്നു കന്യാകുമാരി ഡയസിന് കീഴിൽപ്പെട്ടായിരുന്നു നമ്മുടെ ഈ കാരക്കോണം ചെറിയ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിനെ നമ്മുടേതായിട്ട് നമുക്ക് വാങ്ങാൻ സാധിച്ചു അവരിൽ നിന്ന്. ആ വാങ്ങിയ സമയത്തായിരുന്നു മെമ്മോറിയൽ തുടങ്ങുന്ന കാര്യവും ആലോചിച്ചത്. അപ്പോൾ ഇത് വാങ്ങിയ സമയമായതിനാൽ കാരക്കോണം ഹോസ്പിറ്റലിനെ ഡോക്ടർ സോമറൽ മെമ്മോറിയൽ എന്ന് നാമകരണം ചെയ്യണമെന്നുള്ള തീരുമാനമായി. അപ്പോൾ കുണ്ട്രയിലുള്ള ആ രീതി മാറ്റിയിട്ട് കാരക്കോണത്തെ ഡോക്ടർ സോമറൽ മെമ്മോറിയൽ CSI മിഷൻ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് ഓഗസ്റ്റ് 30 1975 ഓഗസ്റ്റ് മാസം 30 ആയിരുന്നു. 1/9/1975 പ്രഥമ ഡോക്ടറായിട്ട് ഞാനിവിടെ നിയമനാവുകയും ചെയ്തു. ഇതാണ് ബ്രീഫായിട്ട് അതിൻ്റെ ചരിത്രം. എന്നാൽ അന്ന് നടന്ന സംഭവങ്ങൾ, അന്ന് ഈ പരിസ്ഥിതിയിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ജനത അല്പം അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിലൂടെ ഞാൻ സൂചിപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. അന്ന് ഈ കെട്ടിടമാണെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള ഓട് മേഞ്ഞ ജീർണിച്ച അവസ്ഥയിലെ കെട്ടിടമായിരുന്നു. കോട്ടേഴ്സ് അതുപോലെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇവിടെ മരച്ചീനി തോട്ടം
കാട് പിടിച്ച പോലെ മരച്ചിനി വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചെറിയ മരങ്ങളും വലിയ മരങ്ങളും ഉണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ ഹോസ്പിറ്റലും ക്വാർട്ടേഴ്സും. ഈ പരിസ്ഥിതിയിലാണ് ഞാനും കുടുംബമായി എൻ്റെ 3 മാസമുള്ള കുട്ടിയുമായിട്ടൂടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. മലമ്പനി കൊണ്ട് ധാരാളം ആൾക്കാർ മരണപ്പെട്ട സ്ഥലമെന്ന് അറിയാമായിരുന്നിട്ട് പോലും കൊതുകിൻ്റെ ശല്യം തീരെ കുറവായിരുന്നില്ല. കാരണം അത്രയും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം എല്ലാം ത്യജിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ചു. ഈ ആശുപത്രി നമുക്ക് അന്ന് വെറും 4 ഏക്കർ പ്രോപ്പർട്ടിയാണ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. അതിനകത്തായിരുന്നു പ്രവർത്തിച്ചത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം കുറെ ബെഡുണ്ടെങ്കിലും ഒരു ലേറ്റർ മാത്രമേ നമ്മുടെ ടോയ്ലറ്റ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർഫസ് മെജോറിറ്റി ആൾക്കാർ സർഫസിലാണ് ലേറ്ററിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമുക്കൊരു കിണറുണ്ട് ഹോസ്പിറ്റലിന്. അതിന് ചുറ്റും മലമൂത്രോത്സവം ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളവും മറ്റു ആവശ്യത്തിന് വെള്ളം എടുക്കുന്നത്. ഇതിലെന്തേ മനസ്സിലാവില്ല ഈ നാട്ടിന്റെ പ്രത്യേകത. ആ നാടിനെ കുറ്റം പറയുന്നതല്ല, അത്രയ്ക്കും അപരിഷ്കൃതമായിട്ടൊരു സ്ഥലമായിരുന്നു കാരക്കോണം. മദ്യപാനികളുടെ ബോധമുണ്ട്, അടിപിടി പിടിച്ചുപറി എല്ലാത്തിനും കേന്ദ്രമായിരുന്നു. എന്നാലും ദൈവം നിയോഗിച്ച സ്ഥലത്ത് സേവനം അനുഷ്ഠിക്കുക എന്നായിരുന്നു എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിലെയും എല്ലാവരുടെയും താല്പര്യം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 2 മണി സമയത്ത്, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റിംഗ് ഉണ്ടായി. അതായത് മണിയോള കാഷ്യൂ ഫാക്ടറി ലൈറ്റിംഗ് ഉണ്ടായി. അതിൽ 120ഓളം പേര് അപകടാവസ്ഥയിലാവുകയും ചിലര് മൈനർ ഇഞ്ചുറീസ് ഉണ്ടാവുകയും ചെയ്തു. ഇത്രയും പേരെ നമ്മുടെ ഹോസ്പിറ്റൽ ചുറ്റും ബെഡിലും മുറ്റത്തും പരിസരത്തോട്ട് കിടത്തി. ഡെഡ്ലി അൺകോൺഷ്യസ് ആയിരുന്നു. ഞാനൊരു ജൂനിയർ ഡോക്ടറാണ്. ഇത്രയും പേര് വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് തന്നെ ഇവരെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്തുന്നതിനും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും ദൈവം എന്നെ അനുവദിച്ചു. തീർച്ചയായിട്ടും ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. ഒറ്റയ്ക്ക് ഞാനിതെങ്ങനെ ചെയ്യാൻ സാധിച്ചെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് ഒരു മറുപടിയും കിട്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഇങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ജനങ്ങൾ അറിയപ്പെട്ടു. അതൊരു പരസ്യത്തിനിടയായി. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പനി പിടിച്ച് കുറെ ആൾക്കാർ, ഒരു മഞ്ചവള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, ജനങ്ങളെല്ലാം ഭീതിയിലായി. പണ്ട് മലമ്പനി ഉണ്ടായ സ്ഥലമായി അതുപോലെയെല്ലാം തുടങ്ങിയെന്നവരെ പേടിച്ചു പോയി. എന്നിട്ടും ആ അവസ്ഥയിൽ വന്ന പേഷ്യൻസിനെയും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും അവരെ സൗഖ്യമാക്കി ഇവിടെ നിന്ന് പോകുന്നതിന് സാധിച്ചു. ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട്. ഗവൺമെന്റിൽ നിന്നും ഡയറക്ടർ, മെഡിക്കൽ ഡയറക്ടർ, DMO എല്ലാവരും സ്ഥലം വിസിറ്റ് ചെയ്തു. ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ അവർ സന്തുഷ്ടവാരം അത് ഇവിടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്ത് പനി പിടിച്ച് ഏത് പനിയായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രോഗം വന്നാൽ നിങ്ങൾ കാരക്കോണം CS മിഷൻ ഹോസ്പിറ്റൽ തന്നെ വരണം. ഡോക്ടർ സോലമ്പറ CS മിഷൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാറസിലെ പോകാം. അത് പറയുകയും ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുത്ത കുട്ടികൾക്ക് ധനസഹായം ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ വളർന്നു വരുന്നത്. ആരംഭ ഡോക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചെങ്കിലും വർഷങ്ങളോടെ ഞാനിവിടെ ഇരുന്നു. 5-6 വർഷം ഞാനിവിടെ ഇരുന്നു. ഞാൻ മാറി. അതിനുശേഷം 1986 ഡോക്ടർ ബെനറ്റിന്റെ നിയമനായി. തീർച്ചയായിട്ടും പ്രൈമറി സ്റ്റേജ്, അതായത് പ്രിലിമിനറി സ്റ്റേജ്, പീഡിയാട്രിക് സ്റ്റേജിൽ ഞാൻ പ്രവർത്തിച്ചു. ഒരു സ്റ്റേജിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പുരോഗമനം മുതലും ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന്റെ കഴിവും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച മറ്റ് ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫുകളുടെ കഴിവ് തന്നെയായിരുന്നു. വളർന്ന് മെഡിക്കൽ കോളേജായി എല്ലാ സംവിധാനങ്ങളും വരാൻ സാധിച്ചു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ഇല്ലായ്മയിൽ നമ്മൾ ഇത്രയും വന്നെങ്കിലും ഇതിനെ നശിപ്പിക്കുന്ന കുറെ ക്ഷുദ്രജീവികളുണ്ട്. ഇന്ന് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ സ്ഥാപനം വളർത്തിയെങ്കിലും അതിനെ ചില വ്യക്തികൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് അറിഞ്ഞില്ല. അധികാരമോഹവും സ്ഥാനമോഹവും കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരും തീർച്ചയായിട്ടും നമ്മുടെ ഇതുകൊണ്ട് യോജിച്ച് ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി രംഗത്ത് വരണം എന്ന് എനിക്കതോടൊപ്പം പറയാനുണ്ട്. അഭിമന്യ
ബിഷപ്പ് തിരുവേനിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇനിയും വേണ്ടുന്ന നന്മകൾ കാരക്കോണത്തേക്ക് പ്രത്യേകിച്ചും ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിന് ലഭിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. The Dr. Somerville Memorial CSI Medical College is a living monument of the biblical text reading. In the beginning, God created the world out of null and void, and that nothing is impossible with God. I can recollect the rubber estate at Karakonam with a small, dilapidated, old, tiled building when I visited this area in 1986 as the director of the South Kerala Medical Mission, along with the then Medical Board Secretary Dr. P. Stanley Jones and the Medical Board Treasurer Mr. Johnson, who was called home recently. It was nothing but the wild ambition and long foresightedness and planning of Dr. Bennett Abraham, who joined the institution as a junior doctor, that paved the way for the evolution of this prestigious institution, not only of the South Kerala Diocese but also of the Church of South India. As a young boy, along with Dr. Baburaj, he toiled day and night for the speedy development of the mission hospital, which was till then actually. ഇന്ന് കൊല്ലവർഷം 1196 വൃശ്ചികം 14 തൃക്കാർത്തിക. എൻ്റെ ജീവിതത്തിലെ ഒരു അനർഘ നിമിഷം. മണ്ഡലകാലമായി പുണ്യമാസം, തത്വമസി, അതേ ദൈവം നമ്മുടെ മനസ്സിലാണ് എന്നോർത്തുകൊണ്ട് 15 വർഷം ഈ പുണ്യഭൂമിയിൽ ജോലി ചെയ്യാൻ അവസരം നൽകിയ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. 2005 ഡിസംബർ മാസം അവസാന ദിവസം കോട്ടയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് അന്നത്തെ PSC മെമ്പറും ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ് ഓണററി ഡയറക്ടറുമായ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം സാർ എന്നെ വിളിച്ചു. ആ വിളി ഞാൻ കേട്ടു. അത് ഒരു ദൈവവിളിയായിരുന്നു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജൈവ രസതന്ത്ര ശാസ്ത്ര പ്രൊഫസറും മേധാവിയുമായിരുന്ന ഞാൻ 2006 ജൂൺ 1 ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിൽ അതേ തസ്തികയിൽ സ്ഥാനമേറ്റു. 2002 തുടങ്ങിയ ആദ്യത്തെ 5 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ആർക്കും അറിയാത്ത ഒരു മെഡിക്കൽ കോളേജായിരുന്നു നമ്മുടെ കോളേജ്. ഇതിനെപ്പറ്റി പത്രങ്ങളിൽ വായിച്ച അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജൂൺ 1 ദൈവം കാൽവച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്കും മാറാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ ഞാനും പടിയിറങ്ങും. കുറെ നല്ല ഓർമ്മകളുമായി. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരവസരത്തിൽ അംഗീകാരം നഷ്ടപ്പെടും എന്ന് പോലും ഉണ്ടായിരുന്നു. 100 സീറ്റ് പോലും കിട്ടുമോ എന്ന് ഭയപ്പെട്ടിരുന്നപ്പോൾ 150 സീറ്റാക്കി വെള്ളിത്തളികയിൽ ദൈവം തന്നു അംഗീകാരം. അന്ന് ഞാൻ ഓർത്തു, 1926 ഇവിടെ മെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കണം എന്ന് സ്വപ്നം കണ്ട ഡോക്ടർ തിയഡോർ ഹോവാർഡ് സോമർവെൽ FRCS LRCP എന്ന ആ മഹാത്മാവിന്, പരിശീലനം നേടിയ പർവ്വതാരോഹകൻ, ചിത്രകാരൻ, ഓടക്കുഴൽ വായിക്കുന്ന കലാകാരൻ, എല്ലാത്തിനുമുപരി അതിപ്രഗത്ഭനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ. ഓരോ രോഗിയും ഓപ്പറേഷന് വേണ്ടി തന്റെ മുന്നിൽ കാണുന്നത് എനിക്ക് ഓപ്പറേഷൻ നൽകാൻ കഴിയുന്ന യേശുവിനെയാണ്. എനിക്ക് മുമ്പിൽ വരുന്ന ദരിദ്രനും ഗ്രാമീണനുമായ രോഗിയുടെ പേര് യേശുക്രിസ്തു എന്നാണ് സോമർവെൽ നൈഫ് ആൻഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതിയത്. അങ്ങനെ ദൈവം കാൽ തൊട്ട് അനുഗ്രഹിച്ച ആ വൈദ്യവിദ്യാലയ കലാലയത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് ദൈവ നിയോഗം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളും എൻ്റെ മകനോ മകളോ ആണെന്ന് കരുതി ഞാൻ സ്നേഹിക്കുന്നു. അവരുടെ പാഠ്യേതര വിഷയങ്ങളിൽ, കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ എന്നാൽ കഴിയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ കാഴ്ച എന്ന വൈദ്യ വിദ്യാഭ്യാസ പ്രദർശനവും
ഉൺസീറിയോ എന്ന ഇന്റർ മെഡിക്കൽ യൂത്ത് ഫെസ്റ്റിവലും എന്നിവ ഒന്നുമില്ലായ്മ നടത്താൻ സാധിച്ചു എന്ന് ചാരിതാർത്ഥ്യത്തോട് ഞാൻ മനസ്സിലാക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി നടത്തിയ MBBS പരീക്ഷയിൽ 1, 2, 3, 4 റാങ്കുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നേടിയപ്പോൾ അതിന്റെ ഒരു ഭാഗമാക്കാൻ എനിക്കും കഴിഞ്ഞു. അഭിമാനമുണ്ട്. അതിനിടയ്ക്ക് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ചാർജും മാനേജ്മെന്റ് എന്നെ ഏൽപ്പിച്ചു 2013. ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും കൃപ എന്ന സാന്ത്വന പരിശീലന കേന്ദ്രം നടത്താനും ഞാൻ ശ്രമിച്ചു. ക്രിസ്തുദേവന്റെ സെർമൺ ഓൺ ദ മൗണ്ട് എന്നറിയപ്പെടുന്ന ഗിരിപ്രഭാഷണത്തിൽ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുന്നു, ബ്ലെസ്ഡ് ആർ ദോസ് പ്യുവർ ഇൻ ഹാർട്ട് എന്ന വചനങ്ങൾ മത്തായി 5:8 ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. എന്തെന്നാൽ ഇവിടെ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും ഓരോ ജീവിയിലും ചെടികളിലും വൃക്ഷങ്ങളിലും എന്നുവേണ്ട സകല ചരാചരങ്ങളും ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുന്നു. ഇനിയും ഇനിയും ഉയർന്ന് വലിയ നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന 1ാം സ്ഥാനമായി അറിയപ്പെടാൻ ഈ കോളേജിനും കഴിയണം. നിർത്തുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, ഒന്നിച്ചു നിന്നാൽ നന്നായി, നന്നായി നിന്നാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നാകും. പരമകാരുണ്യനായ ദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സാ സ്മരാമി. നന്ദി. എന്നെ ശ്രവിച്ച ഈ സാങ്കല്പിക പ്ലാറ്റ്ഫോമിൽ ഓരോരുത്തർക്കും ദൈവം നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ്. First of all, let me pray to Almighty for making me one of His hands to become part of its institution's successful journey this far on this auspicious day of November 29 in the history of Dr. SMCSI Medical College and Hospital, Karakonam, Trivandrum. There are special moments and occasions in the life of every community that brings people together. Today is one such day when we remember the past 18 years and all the good things that came along with it. I felt touched when our director always sounds, "Together we can." It is exactly what bounds us together. It reminds us once again that we had come through a lot of challenges in the past to reach where we are now. It is not how many years gone by, but the spirit with which we have had reached this far. What matters is how you enrich this community to have yet another bouquet on the cherished memories by nurturing young medicos every year to build up and put ourselves in a better position through medical education at national level. Secondly, Remembrance Day reminds us of what this institution stands for. Being a charitable institution, we stand the best in academics and for unending pursuit of excellence. We uphold the value of love transformed into service and deeds of kindness. We try our best to shine a light in the world's darkness, in the hope that some poor soul somewhere may find comfort, joy, and cheer. Another year is passing. That means we need to count our days and pray to God Almighty for wisdom to plan how to best utilize the limited time on earth that He has gifted to us. So let me wish all of you present here the opportunity to leave your signature in the annals of our college history. I wish to remind you that however small your role here was, not one of you is insignificant, not one of you is forgotten. You have contributed to the college in a very special way. Being the medical superintendent, I wish each one of you the very best. Even though our past is golden, our achievements are decorated with the precious stones of many colors, I still believe that the best is yet to be. We should focus our shift to now, next, and beyond.
Let tomorrow dawn with better hopes and better dreams. Yes, we shall overcome someday. Deep in my heart, I do believe we shall overcome someday. God bless you all. Thank you. ഞാൻ ദേവപ്രസാദ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റർ കം ജനറൽ സൂപ്രണ്ട് തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഈ കോളേജ് തുടങ്ങിയത് 2002-ലാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഗവൺമെന്റിൽ നിന്നും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ പാറശാല MLA ആയിരുന്ന പരേതനായ സുന്ദരൻ നാടാർ അവർ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് പാറശാല MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ശുപാർശ ആവശ്യമായി വന്നത്. ഈ കോളേജിന്റെ ഉത്ഭവത്തിന് അത്തരത്തിൽ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ട ഡെപ്യൂട്ടി സ്പീക്കറുടെ ശുപാർശ കത്ത് ഗവൺമെന്റിലേക്ക് അയക്കുന്നത് തയ്യാറാക്കുന്നതിനുള്ള അവസരം ലഭിച്ചത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്തരത്തിൽ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിലൂടെ ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും ആരംഭ കാലഘട്ടത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ ആവിർഭാവത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ലിസ്റ്റിൽ നമുക്ക് ഇത്തരത്തിലൊരു കോളേജ് ലഭ്യമാക്കുന്നതിന് ദൈവം കൃപ ചെയ്തു. ഇന്ന് കോളേജ് സ്ഥാപിതമായിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 18 വർഷങ്ങൾ കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ ചെറുതല്ല. ഈ കാണുന്നതെല്ലാം ദൈവം ദാനമായി നൽകിയതും ഉദ്യോഗ വൃന്ദങ്ങളുടെയും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന കാലാകാലങ്ങളിൽ വന്ന ഭാരവാഹികളുടെയും ഒക്കെ പ്രയത്നഫലമായി ലഭിച്ചതാണ്. ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടുകൂടി ജോലി ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. എനിക്ക് ഇതിനവസരം തന്ന സർവശക്തനായ ദൈവത്തോടും എന്നെ ഈ തസ്തികയിൽ നിയമിച്ച മോസ്റ്റ് റവറന്റ് ധർമ്മരാജ റസാലം തിരുമേനിയോടും ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. ഈ വർഷം നമുക്ക് 150 സീറ്റുകളിൽ MBBS-ൽ അഡ്മിഷൻ ലഭിക്കാൻ ഇടയായി. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ നടന്നു വരുന്നു. നഴ്സിംഗ് കോളേജിന്റെ കാര്യത്തിൽ വീണ്ടും 50 സീറ്റിന്റെ വർധനവിന് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. എല്ലാം ദൈവം ഭംഗിയായി ചെയ്തു തരും. ഇത്രത്തോളം വഴി നടത്തിയ ദൈവം ഇനിയും വഴി നടത്തുകയും മേൽക്കുമേൽ അഭിവൃദ്ധിയിലെത്തിക്കുന്നതിന് സഹായിക്കും എന്ന ദൃഢവിശ്വാസത്തോടുകൂടി പ്രവർത്തന പദത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. Hello, I am Dr. Anish Emmanuel. I belong to the batch of 2002 MBBS of Dr. Somerville Memorial CSA Medical College. I did my post-graduation in this institution and now I am working as assistant professor of surgery. 18 years ago, on 29th of November, we, a group of teenagers, assembled in lecture hall 1 of Dr. Somerville Memorial CSA Medical College, Karakoram. That was the first day of our medical school life. Just like larva of butterfly with different fear, anxiety and dreams in our mind, we entered into this campus. Similarly, this particular day, that is 29th November 2002, is the first working day of this institute. We were introduced into the world of medical science and the healing ministry on this 29th November 2002 by our great professors.
Dr. Neeta Kulkarni Madam, HOD of Anatomy, Dr. Jayanti Bai Madam, HOD of Biochemistry, Dr. Sushila K. Pillai, HOD of Physiology. We were also welcomed by our role model or ideal doctor, that is Professor Venugopal Sir, HOD of Medicine. I still remember the visit to the men's hostel after the first day class, guided by the director of this institute, Dr. Bennett Abraham. It was only coconut trees and rubber trees after the anatomy block. No road, not even a proper footpath to reach the men's hostel. But now we have good road till the entrance of this men's hostel. See how this institute grows. Since we are a small group of students in the early period of this college, we had good interaction with our teachers. Majority of our teachers stayed inside this campus. That made us to think home away from home. We were blessed with a motherly principal, Professor Dr. Glorin Gnanathangam. She will be smiling at us always. Even if we were disobedient, making problems, she will be smiling. But she is very strict. That's the reason we call her our mother. So home away from home, and with a motherly care, we were trained here. The first batch of students are enrolled in the Kerala University on March 2003, and we finished our internship in June 2009. Now, most of my batchmates are super specialist doctors in different hospitals, and many of them are teachers in different medical colleges, and few of my batchmates are holding higher position in the health service. We are happy to say that we belong to the first batch of this institute. We were known as the first born of this Karakoram family. Still, we remember our memories as the first born of this Karakoram family. I thank all our teachers who molded us, who we are now on this occasion. Above all, I thank God the Almighty who gave us the opportunity to get trained as doctors in this institute. Thank you for everybody. ഞാൻ നഴ്സി ബൈ കാരക്കോണം മെഡിക്കൽ കോളേജിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ്. 1988 ഒരു ചെറിയ മിഷൻ ഹോസ്പിറ്റൽ ആയപ്പോൾ ഞാൻ അവിടെ അക്കൗണ്ട്സ് ക്ലർക്കായി ജോയിൻ ചെയ്തതാണ്. ആ മിഷൻ ഹോസ്പിറ്റൽ 2002 ആയപ്പോൾ ഒരു മെഡിക്കൽ കോളേജായി വളരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അന്ന് മഹായിടവയ്ക്ക് സ്വപ്നം കാണാത്ത രീതിയിൽ ഒരു വലിയ മെഡിക്കൽ കോളേജായി 1000 കൂടുതൽ കുട്ടികൾക്കിവിടെ പഠനം നടത്തുവാനും 1000-ലേറെ സ്റ്റാഫുകളിവിടെ ജോലി ചെയ്തു വരികയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥ സേവനവും പ്രാർത്ഥനയും കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്ര നിലയിൽ വളർന്ന ദൈവം നമ്മളെ വലുതാക്കിയത്. ആ ദൈവത്തിന് ഏറ്റവും നന്ദി. മിഷൻ ആശുപത്രിയുടെ സേവന മുഖാന്തരം എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹങ്ങളിലൂടെ വഴി നടത്തുന്നു. കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജായി നമ്മുടെ മെഡിക്കൽ കോളേജ് മാറുകയും അത് മഹായിടവയ്ക്ക് ഒരു അഭിമാനമായി മാറുവാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും ഉയരങ്ങളിലോട്ട് എത്തുവാൻ എല്ലാവരും ആത്മാർത്ഥതയോടും അർപ്പണത്തോടും കൂടെ പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ബഹുമാന്യരെ, ക്രിസ്തുവിൽ പ്രിയ സഹപ്രവർത്തകരെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അനന്തമായ ദൈവകൃപയുടെ മകുട ഉദാഹരണമാണ് ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ്. ഒരു മെഡിക്കൽ കോളേജ് എന്നത് ചിന്തിക്കുവാനോ സ്വപ്നം കാണുന്നതിനോ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് മോസ്റ്റ് റവറൻ ഡോക്ടർ JW ഗ്ലാസൻ തിരുമേനിയും ഡോക്ടർ ബെനറ്റ് എബ്രഹാം സാറും ഈ മകൾ സംരംഭത്തിന് ആരംഭം കുറിച്ചത്. അന്നത്തെ മഹായിടവക സെക്രട്ടറി ഡോക്ടർ S ദേവനേശൻ സാറും മെഡിക്കൽ മിഷൻ സെക്രട്ടറി ശ്രീ D ലോറൻസ് സാറും ഈ മഹനീയമായ ഈ മഹായിടവകയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മറ്റനേകം പേരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി
എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായിരുന്ന മഹാദൈവം 2002 നവംബർ മാസം 29 തീയതി നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കി തീർത്തു. ഈ സ്ഥാപനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതു മുതൽ ഇന്നുവരെയും ഇതിനുവേണ്ടി വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതിനും അവരുടെ ശുശ്രൂഷകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നതിനും നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന SIUC വിഭാഗത്തിൽ നിന്നും നൂറുകണക്കിന് മെഡിക്കൽ ബിരുദധാരികളെയും നഴ്സിംഗ്, പാരാമെഡിക്കൽ പ്രൊഫഷണലുകളെയും വാർത്തെടുക്കുന്നതിന് ഈ സ്ഥാപനം കാരണമായി തീർന്നിട്ടുണ്ട് എന്നത് അഭിമാനമാണ്. ഈ സ്ഥാപനത്തിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരെയും ജോലി ചെയ്തിരുന്നവരെയും ഇപ്പോഴും ജോലി ചെയ്യുന്നവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് പലപ്പോഴും അഭിമുഖീകരിക്കുന്ന പലവിധമായ വെല്ലുകളെയും, പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളെയും ഇതര പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഇനിയും മുന്നേറാനുണ്ട്. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിനും നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിനും ഈ അവസരം വിനിയോഗിക്കേണ്ടതാണ്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതിനും അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന മോസ്റ്റ് റവറന്റ് എ ധർമ്മരാജ റസാലം തിരുവേനിക്കും ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സാറിനും മാനേജ്മെന്റിന്റെ ഇതര അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും നന്ദി കരയേറ്റുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സർവശക്തനായ ദൈവം ഇനിയും അധികമധികം ഈ സ്ഥാപനത്തെ ഉയർത്തിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.